ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമുള്ള തടിപ്പും ചുളിവുകളും അതുപോലെ തന്നെ കറുപ്പും മാറിക്കിട്ടാൻ നമുക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഐ മാസ്കാണ്. നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുമല്ല ഇതൊരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റുന്നതാണ്. ഈ ഒരു ഐ മാസ്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നതാണ്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ചുളിവുകളും ഒക്കെ മാറി നല്ലൊരു ഫ്രഷ് ഫീൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഐ മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ കറിക്കൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മഞ്ഞൾപ്പൊടി എടുത്താലും മതി, അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുത്താലും മതി. രണ്ടായാലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാൻ അലോവേര ജെല്ലിന് പകരമായിട്ട് എടുത്തിട്ടുള്ളത് ഗ്രീൻ ടീയുടെ ജെല്ലാണ്. അലോവേര ജെല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നത് ഗ്രീൻ ടീ ജെല്ലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഗ്രീൻ ടീയുടെ ജെല്ല് ഞാൻ ആവശ്യമുള്ളവർക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇത് കണ്ണിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകൾ മാറിക്കിട്ടാനും നല്ല യങ് ആയിട്ടുള്ള സ്കിന്നായിട്ടിരിക്കാനും പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിക്കിട്ടാനും സ്കിന്നിലുള്ള മുഖക്കുരു, കറുത്ത പാടുകൾ ഇതൊക്കെ മാറിയിട്ട് കുറച്ചൊന്ന് നിറം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രീൻ ടീ ജെല്ല്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഐ മാസ്ക് തയ്യാറാക്കാൻ നിങ്ങൾ എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. പൊടിയും അതുപോലെ തന്നെ നനവൊന്നും പാടില്ല. കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും നനവില്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാപ്പിപ്പൊടി 1 ടീസ്പൂണോളം കാപ്പിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി എങ്ങനെയാണ് നമ്മുടെ കണ്ണിന് നല്ലതാകുന്നത് എന്ന് വെച്ചാൽ കാപ്പിപ്പൊടിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കഫീനാണ്. ഈ ഒരു കഫീന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തും. സാധാരണയായിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്താണ് നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ കഫീൻ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടും. പിന്നെ ചിലർക്ക് കണ്ണിന് ചുറ്റും തടിപ്പും ഉണ്ടാകും. ആ ഒരു തടിപ്പ് മാറിക്കിട്ടാനും ഈ ഒരു കഫീൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടി എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ ടീയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അലോവേരയുടെ ജെല്ല് എടുക്കുമ്പോൾ അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. അതിനിപ്പോൾ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന അലോവേരയുടെ ജെല്ലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം ഗ്രീൻ ടീയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഐ മാസ്ക് ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഐ മാസ്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐ മാസ്ക് ആണിത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മുടെ ഐ മാസ്ക് ഞാനിവിടെ കുറച്ച് കയ്യിലായിട്ട് എടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കണ്ണിനടിയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന് താഴെ മാത്രമാണ് കറുപ്പുള്ളത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റുമായിട്ട് കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ടിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിനുള്ളിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ രാത്രി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെയൊക്കെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മസാജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോഴേ നമുക്കിതിൻ്റെ റിസൾട്ടൊക്കെ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളിത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഐ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ് മാറാനും കണ്ണിന് ചുറ്റുമുള്ള ചുളികൾ മാറിക്കിട്ടാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐ മാസ്ക് ആണിത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്